ഏർലി ഡേയ്സ് എന്ന ഇന്ത്യൻ സിനിമയുടെ വേൾഡ് പ്രീമിയർ ജിദ്ദ റെഡ് സീ ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവലിൽ നടന്നു. പ്രിയങ്കർ പാട്ര സംവിധാനം ചെയ്ത ഈ ചിത്രം മുംബൈയിൽ സ്വപ്നങ്ങളുമായി എത്തുന്ന ഒരു യുവദമ്പതികളുടെ ജീവിതമാണ് പകർത്തിയിരിക്കുന്നത്. ചിത്രത്തിന്റെ ആദ്യ പ്രദർശനത്തിന് മികച്ച പ്രതികരണമാണ് പ്രേക്ഷകരിൽ നിന്ന് ലഭിച്ചത്. മുംബൈ നഗരത്തിന്റെ പശ്ചാത്തലത്തിൽ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർമാരാകാൻ ശ്രമിക്കുന്ന പ്രീതിയുടെയും സമ്രാട്ടിന്റെയും കഥ പറയുന്ന ചിത്രമാണ് ഏർലി ഡേയ്സ്. പ്രണയത്തിന്റെ ആദ്യ ദിനങ്ങളും അതിലൂടെ ലഭിക്കുന്ന പെട്ടെന്നുള്ള അംഗീകാരവും പണവും ഇവരെ എങ്ങനെ സ്വാധീനിക്കുന്നു, ഇൻഫ്ലുവൻസർ ലോകത്തെ യാഥാർത്ഥ്യങ്ങൾ ഇവരുടെ ബന്ധത്തെ എങ്ങനെ ബാധിക്കുന്നു എന്നിവയെല്ലാം ചിത്രം പറയുന്നു. ഈ വർഷത്തെ റെഡ് സീ ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവലിലെ ന്യൂ വിഷൻസ് കോമ്പറ്റീഷനിലാണ് ചിത്രത്തിന്റെ വേൾഡ് പ്രീമിയർ നടന്നത്. നിർമ്മാതാക്കളും താരങ്ങളും ഉൾപ്പെടെയുള്ള സിനിമാ സംഘം പ്രദർശനത്തിനായി ജിദ്ദയിലെത്തിയിരുന്നു. ഇന്ത്യൻ കോൺസൽ ജനറൽ ഫഹദ് അഹമ്മദ് ഖാൻ സൂരി ഉൾപ്പെടെ പല പ്രമുഖരും സിനിമ കാണാനെത്തി. മികച്ച സന്ദേശമാണ് സിനിമ പങ്കുവെക്കുന്നതെന്ന് കോൺസൽ ജനറൽ പറഞ്ഞു. And I would love to say that it was a fantastic, for me it felt that the content was really appropriate, and I wish the cast and crew the very best for the film, and I could see the reaction of the audiences as well. പ്രിയങ്കർ പാട്രയുടെ സംവിധാനത്തിൽ മാനസി കൗശിക്കും സർദക് ശർമ്മയുമാണ് പ്രധാന വേഷങ്ങളിലെത്തുന്നത്. പ്രേക്ഷകരുമായി സംവദിച്ച ശേഷം സിനിമയ്ക്ക് ലഭിച്ച മികച്ച പ്രതികരണത്തിൽ ഇവർ സന്തോഷം പ്രകടിപ്പിച്ചു. I feel like I don't have words anymore and I'm very grateful for this experience and that we're here, and the film is finally the audience's. I hope everybody liked it. If you did, please vote and thank you. It's out of the world. It's a great feeling to be here, to have a film in the first place and to be selected at such a reputed film festival, and to have an audience who appreciate the films, and then they come out in large numbers to watch your film. It's a great feeling. It gives me goosebumps. ഒരു ഇന്ത്യ സിംഗപ്പൂർ സംയുക്ത നിർമ്മാണമായ ചിത്രത്തിന്റെ ആദ്യ പ്രദർശനം ഒരു അന്താരാഷ്ട്ര വേദിയിൽ നടന്നതിന്റെ സന്തോഷം സംവിധായകൻ പങ്കുവച്ചു. No, I think I'm very happy. I was very humbled when I got to know that it's at Red Sea. And also the programming team is a very reputed programming team. നവാഗതരായ മാനസി കൗശിക്കിന്റെയും സർദക് ശർമ്മയുടെയും പ്രകടനം ചിത്രത്തിന്റെ ഹൈലൈറ്റ് ആണ്. സമകാലിക ബന്ധങ്ങളെക്കുറിച്ചുള്ള ഒരു പുതിയ കാഴ്ചപ്പാടാണ് ഏർലി ഡേയ്സ് നൽകുന്നത്. ജലീൽ കണമകലം, 24 ജിദ്ദ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.